അങ്ങനെ ഫൈനലി CMF ഫോൺ 1ൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് സമയമായിട്ട് ഏകദേശം ഒരു മാസമായിട്ട് ഈ ഒരു ഫോൺ ഞാൻ ഉപയോഗിച്ച് വരികയാണ്. നമ്മൾ കുറച്ച് ലേറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്, കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുള്ളത്. എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് പാർട്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMF ഫോൺ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിൽ ആദ്യം വരുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഡിസൈനിൽ കുറച്ച് പ്രോസും കോൺസും ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലെ ഒന്നാമത്തെ പ്രോസിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്സ് നമുക്ക് ഈസിലി ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നോർമലി നമുക്കൊരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലുക്സ് അങ്ങനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഈസിലി പാനൽസ് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് ഇതിൻ്റെ 3D പ്രിൻറ്റിങ് ഓപ്ഷൻസ് ആണ്. 3D പ്രിൻ്ററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ കേസുകൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂ അഴിച്ചിട്ട് ഇടുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഒരുപാടധികം 3D പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ മോഡ്സ് ഡൗൺലോഡ് ചെയ്യാനും കിട്ടും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ തറയിൽ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കയ്യിലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലൈറ്റർ ആണെന്നുള്ളതാണ്. ഈ ഒരു ലൈറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പാനൽ ഒരുപാടധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാനൽ എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. നോർമലി നമുക്ക് സെറാമിക് ഗ്ലാസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ഒരുപാട് എക്സ്ട്രാ വെയിറ്റ് ആഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇതിനകത്ത് ആ ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഈവൻ നമുക്ക് ഈ ഒരു പാനൽ ഇങ്ങനത്തെ ഒരു പാനലാണ് കിട്ടുന്നതെങ്കിൽ കൂടിയും ആ ഒരു പ്രീമിയംനെസ്സിന് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവും CMF കൊണ്ടുവന്നിട്ടില്ല. നാലാമതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു പാനൽ ഊരിക്കഴിഞ്ഞാലും ബാറ്ററി ഊരാൻ പറ്റില്ല എന്ന് കുറേ അധികം ആളുകൾ പറഞ്ഞു. അത് നമുക്ക് ഈസി ആയിട്ട് ഊരാവുന്നതേ ഉള്ളൂ. ഈ പാനൽ ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തായിട്ടൊരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ടേപ്പ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാറ്ററി ഊരിയെടുക്കാൻ പറ്റും. സ്ട്രിപ്പാണ്, ഊരിയെടുത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ബാറ്ററി നിങ്ങൾക്ക് തന്നെ മാറ്റിയിടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പ് എന്ന് പറയുന്നത് ഇളക്കി കഴിഞ്ഞാൽ വാറൻറ്റി വോയിഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വാറൻറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാറ്ററി മാറ്റണമെങ്കിൽ ഈസിലി നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു ഡിസൈനിൻ്റെ ഡൗൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിലെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നതോടുകൂടി ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഒന്ന് മഴ നനഞ്ഞു അല്ലെങ്കിൽ ചെറുതായിട്ട് സ്പ്ലാഷ് ആയി എന്ന് പറഞ്ഞിട്ട് ഫോണിന് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. നന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പായി കഴിഞ്ഞാൽ ഫോണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഡൗൺ സൈഡിൽ രണ്ടാമതായിട്ട് പറയാൻ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഈ ബാക്ക് പാനൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ CMFൻ്റെ തന്നെ പാനലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. 1600 അതിന് മുകളിലോട്ടാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാക്ക് പാനൽസ് തന്നെയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിനെ പറ്റിയിട്ടാണ് കേട്ടോ. അടിപൊളി ഡിസ്പ്ലേ ആണ്. ഒരു തരത്തിലുള്ള കംപ്ലയിൻസും ഇതിൽ പറയാൻ പറ്റില്ല. 6.67 ഇഞ്ചസിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2000 nits വരെ പീക്ക് ബ്രൈറ്റ്നസ്. അതായത് 2000 nits ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. നമ്മൾ ലൈറ്റിംഗ് കണ്ടീഷൻസ് സൂര്യന് നേരെയൊക്കെ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു 2000 nits പോകുന്നത്. അപ്പോൾ ഈ ഒരു 2000 nits പോകുന്ന സമയത്ത് നിങ്ങൾ അണ്ടർ നല്ല സൺലൈറ്റ് കണ്ടീഷൻസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ലെന്നുള്ളതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സൂപ്പർ അമോലെഡ് പാനൽ എന്ന് പറയുന്നത് സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പാനൽ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അക്കാര്യത്തിൽ കോംപ്രമൈസസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ CMF ഇത് നടത്തിയിട്ടുള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയുന്നത് വളരെയധികം ഷാർപ്പറാണ്. അതുപോലെ തന്നെ കളേഴ്സും വളരെയധികം വിവിഡായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്രൈറ്റ്നസിൻ്റെ കാര്യം ഒരു ഇഷ്യൂ അല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആകെ സ്ക്രീനിൽ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ കാലിബ്രേഷനിൽ എന്തോ ഒരു ഇഷ്യൂ, മേ ബി അതൊരു സോഫ്റ്റ്വെയർ സൈഡ് ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. കാലിബ്രേഷൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ ഒരു റൂമിലൊക്കെ ആണെങ്കിൽ പോലും ഒരു നല്ല ലൈറ്റ് സോഴ്സ് മേ ബി ഉണ്ടായിരിക്കാം. ആ ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു കാലിബ്രേഷൻ്റെ ഇഷ്യൂ കൊണ്ട് ചില സമയങ്ങളിൽ ഒരു ഡാർക്ക് മോഡിലോട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ വെട്ടം കുറയുന്നതായിട്ട് തോന്നും. നമ്മൾ പിന്നെ അഗെയിൻ മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഓട്ടോ ഇടുന്ന സമയത്ത് മാത്രമാണ് ആ പ്രശ്നമുള്ളത്. നിങ്ങൾ മാനുവലി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. ഈ ഒരു വീഡിയോയുടെ മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. CMF ഫോണിൽ വരുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ടെറിബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡെസിബലാണ്. അതായത് ഇതിനകത്ത് വരുന്ന ഒരു മോണോ സ്പീക്കറാണ്. ഈ ഒരു മോണോ സ്പീക്കർ ഇപ്പോൾ ഒരു ക്വയറ്റ് എൻവയോൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. അതല്ല ഞാൻ പറയുന്നത്. ഇതെന്ന് പറയുന്നത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൗണ്ടിൻ്റെ ഒരു വോളിയം വളരെയധികം കുറവാണ്. ഈവൻ
നമ്മളൊരു ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് സ്പീക്കർ കേൾക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതായത് യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോൾ കുറച്ചുകൂടെ സൗണ്ട് കേൾക്കത്തില്ലേ, ആ രീതിയിലേക്ക് കൈ പോകാറുണ്ട്. കാര്യം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു മോണോ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ഒരു ശാപമായിട്ട് തന്നെ കാണാം. അത്രത്തോളം ടെറിബിൾ ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. സൗണ്ട് ക്വാളിറ്റി അല്ല, സൗണ്ട് വോളിയം. ഇനി അടുത്ത ഈ ഒരു ഫോണിൻ്റെ നാലാമത്തെ സെഗ്മെൻറ്റാണ് പെർഫോമൻസ് ആൻഡ് UI എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നിങ്ങൾക്ക് ഇതൊരു ലാഗിയർ ഫോണാണെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല. നത്തിങ് OS അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഡൈമെൻസിറ്റിയുടെ 7300 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ നമുക്ക് വളരെ വെൽ ബാലൻസ്ഡ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിനകത്ത് 8 കോർ 4nm പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഈസിലി ചെയ്യാൻ പറ്റും. ഇന്നേ വരെ ഒരു ഹാങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശം 6,70,000 ഒക്കെയാണ് AnTuTu ബെഞ്ച് മാർക്ക് സ്കോർ കിട്ടുന്നത്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ നിങ്ങൾ നോക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും ഓക്കേഷ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഫോണിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നത്തിങ് OS ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ബഗ്ഗുകളുണ്ടെങ്കിലും പക്ഷേ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. ചെറിയ കാര്യങ്ങളിലൊക്കെ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അല്ലാത്ത പക്ഷം യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നത്തിങ് OS എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിക്സലിലൊക്കെ കിട്ടുന്നത് പോലെ അതുപോലുള്ളൊരു ഫ്ലൂയിഡിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടും. വിത്ത് ഒരു മോഡേൺ റെട്രോ സ്റ്റൈൽ എന്നൊക്കെ എനിക്ക് തോന്നുന്ന തരത്തിലാണ് പലപ്പോഴും ഈ ഒരു UI എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് സീംലെസ് ആയിട്ട് ഒരു പ്യുവർ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കസ്റ്റമൈസേഷൻസ് നത്തിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്ന് മാത്രം. അടുത്ത ഈ ഒരു വീഡിയോയുടെ 5ാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. ഈസിലി നിങ്ങൾക്ക് ഒരു ദിവസത്തിന് മുകളിൽ ബാറ്ററി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു ബാറ്ററി പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നത്തിങ് OS വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു കമൻസും പറയാൻ വേണ്ടിയില്ല. നൈസ് ബാറ്ററിയാണ്. അടുത്ത് നമ്മൾ 6ാമത്തെ സെഗ്മെൻറ്റായിട്ട് നോക്കാൻ പോകുന്നത് CMF ഫോണിൻ്റെ ക്യാമറയാണ് കേട്ടോ. ക്യാമറ മോശമാണ്. മോശം എന്ന് പറയാൻ കാരണമുണ്ട്. പേഴ്സണലി ആ ഒരു ക്യാമറയ്ക്ക് ഇഷ്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഒരു അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു സെക്ഷനിലാണ്. ക്യാമറാസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിലാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന 50 MP സോണിയുടെ ലെൻസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ബ്രൈറ്റർ കണ്ടീഷനിൽ മാത്രം. പിന്നെ ഇതിനകത്ത് അവർ കുറച്ച് പൊലിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പൊലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമറയ്ക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, അതിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കളർനെസ്, വിവിഡ് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് ഈ ഒരു CMF ഫോണിൻ്റെ ഈ ഒരു ഫോട്ടോസിനൊക്കെ ഈ ഒരു ഇഷ്യൂസ് വന്നതെന്ന് ഞാൻ പറയും. ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് വളരെ ഏത് കളറാണോ അത് മോസ്റ്റ്ലി റെഡിനും യെല്ലോയ്ക്കും ആണ് ഒരു പ്രശ്നമുള്ളത്. നമ്മളിപ്പോൾ രാത്രി സമയങ്ങളിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിവിടെ ഒരു യെല്ലോ കളർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കി മാറ്റും. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. കാര്യം CMF ഫോണിൽ ഒഫീഷ്യലി ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി പറഞ്ഞെടുത്ത് നെക്സ്റ്റ് അപ്ഡേറ്റിൽ ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. മെനഞ്ഞാന്നാണ് ഞാൻ ആ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റമില്ല. ചെറിയ തോതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അത് ഫുള്ളി മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. ബ്രൈറ്റർ കണ്ടീഷനിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് പരാതിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ലൈറ്റ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഹോൾ ഡിഫറെൻ്റ് ആണ്. ഈ മുന്നിൽ കാണുന്ന 16 MP എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഒരു ഡെപ്തും കാര്യങ്ങളും ഒക്കെ ഒരു ഫോട്ടോയ്ക്കൊക്കെ ഒരു ജീവനില്ല എന്ന് നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഫോട്ടോസാണ്. പിന്നെ ഒരുപാടധികം ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഈ ഒരു മുന്നിലത്തെ 16 MP ക്യാമറ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വീഡിയോസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ഇതിനകത്ത് ഇനി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കില്ല. ഈ ഒരു ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്തൊരു ട്രൈപോഡൊക്കെ മൗണ്ട് ചെയ്തിട്ട് ഈ സാധനം വച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്തോ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഇതിൽ വീഡിയോസ് എടുക്കുന്നത് വളരെ ടെറിബിളാണ്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് OIS ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒബിയസ്ലി
ആ ഒരു ഷേക്ക്നെസ്സും കാര്യങ്ങളും, അത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് കിടന്ന് വളരെയധികം കഷ്ടപ്പെടുന്നത് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മളത് കാണുന്ന സമയത്ത് തന്നെ അയ്യോ വേണ്ട നിർത്തിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വീഡിയോ കട്ട് ചെയ്യും. എൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരുപാടധികം കാര്യങ്ങൾ CMFന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഒരു 50% കാര്യങ്ങൾ സോഫ്റ്റ്വെയറിലെ കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ്വെയറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ഒരു ക്യാമറയൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് CMF ചെയ്ത കുറച്ച് പരിപാടികൾ പാളിപ്പോയ പരിപാടികളാണ്. അതിനെ റിവേർട്ട് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ആ ഒരു ക്യാമറയ്ക്കൊരു ക്യാപ്പബിലിറ്റി ഉണ്ട്, അതായത് ഡാർക്കർ കണ്ടീഷൻസിൽ എടുക്കാൻ പറ്റുന്നതിനൊരു ക്യാപ്പബിലിറ്റി ഉണ്ട്. അതിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കർ ആണെങ്കിൽ കൂടിയും ആ ഒരു ടിൻറ്റിങ് ഇഷ്യൂസ് ഒന്നും വരില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്പീക്കർ അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറി ഫോണായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ഇല്ല കേട്ടോ. കാര്യം പ്രൈമറി ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും കെയർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ കെയർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാവും. എസ്പെഷ്യലി പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വലിയ സ്പീക്കറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുപാടധികം ഈ സ്പീക്കറിനെ ആശ്രയിക്കും. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടൊരു പ്രൈമറി ഫോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല. ചില ആളുകൾ സെക്കൻഡറി ഫോണുകൾ വാങ്ങിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കുമായിട്ട്. അങ്ങനെ ഉള്ളവർക്ക് ഇതൊരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. മേ ബി CMFൻ്റെ ഫോൺ 2 ഇറങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം CMF പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.